ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു ഗ്രോ മലയാളം. അപ്പോൾ പലപ്പോഴും സ്റ്റോക്കിന്റെ ഫൈനാൻഷ്യൽസ് നല്ലതായിട്ട് കാണും, എന്നാൽ സ്റ്റോക്കിന്റെ പ്രൈസിൽ മൊമെന്റ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ടെക്നോ ഫണ്ട് അപ്രോച്ച് ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ നമ്മൾ ഫണ്ടമെന്റലി നല്ലപോലെ പെർഫോം ചെയ്യുന്ന സ്റ്റോക്സ് ആവും നോക്കുന്നത്. അതുപോലെ മൊമെന്റത്തിലും ഒരു അപ് ട്രെൻഡ് കാണിക്കുന്നുണ്ടാവും. പക്ഷേ ഈ ഒരു ബ്രേക്ക് ഔട്ട് ജസ്റ്റ് പ്രൈസിൽ മാത്രമാണോ അതോ സ്റ്റോറിയിലുണ്ടോ? അപ്പോൾ നമുക്കിന്ന് നോക്കാം, ലോങ് ടേം കമ്പൗണ്ടിങ് സ്റ്റോറിന്റെ ഭാഗമാകാൻ വേണ്ടി സാധിക്കുമെന്നത് അതോ ജസ്റ്റ് ഷോർട്ട് ടേം മൊമെന്റ് മാത്രമാണോ എന്നുള്ള കാര്യം. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ കമ്പനി വരുന്നത് സംഹി ഹോട്ടൽസ് ആണ്. അപ്പോൾ ഇതിലെ ലീഡിംഗ് ഹോട്ടൽ ഓണർഷിപ്പ് പ്ലാറ്റ്ഫോം ആണ്. അപ്പോൾ ഗ്ലോബൽ ബ്രാൻഡുകളായിട്ട് ഇവർക്ക് ടൈപ്പ് ഉണ്ട്, ലൈക്ക് ഇപ്പോൾ മാരിയറ്റ്, ഹയാറ്റ്, IHG ആയിട്ട്. അപ്പോൾ പല ബ്രാൻഡിങ് പൊസിഷൻ ഫീച്ചർ ചെയ്തുകൊണ്ട് ഇപ്പോൾ ട്രഡീഷണൽ ഹോട്ടൽ കമ്പനികളിൽ നിന്ന് ഇവരുടെ മോഡലിന് ഡിഫറെൻ്റ് ആണ്. അപ്പം സ്വന്തമായിട്ട് ഇവർ ഹോട്ടൽ റൺ ചെയ്യുന്നതിന് പകരം അവർ ബിസിനസ് ഹോട്ടൽ അക്വയർ ചെയ്തിട്ട് അത് അപ്ഗ്രേഡ് ചെയ്യും. എന്നിട്ട് ഗ്ലോബൽ ബ്രാൻഡുകളായ മാരിയറ്റ് അതുപോലെ IHGന്റെ ഒക്കെ കീഴിൽ ഇവർ പ്രവർത്തിക്കും. 2025 ഫൈനാൻഷ്യൽ ആകുമ്പോഴേക്കും കമ്പനിക്ക് 14 സിറ്റികളിലായിട്ട് 32 ഹോട്ടലുകൾ ഉണ്ടാവും. ഇനി നമുക്ക് കമ്പനിയുടെ വെർട്ടിക്കൽസ് നോക്കാം. 3 സെഗ്മെന്റിലായിട്ടാണ് കമ്പനി അവരുടെ വെർട്ടിക്കൽസ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. അപ്സ്കെയിൽ ആൻഡ് അപ്സ്കെയിൽ. പ്രീമിയം ട്രാവൽസിനായിട്ട് 43% റവന്യൂ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ മിഡ് സ്കെയിൽ ടാർഗറ്റ് ചെയ്യുന്ന ബിസിനസ് ട്രാവലേഴ്സിനെയാണ് 42% കോൺട്രിബ്യൂഷൻ. അപ്പോൾ ഫെയർഫീൽഡ് ബൈ മാരിയറ്റ് ആണ് ലീഡ് ചെയ്യുന്നത്. ബാക്കി 15% മിഡ് സ്കെയിൽ സെഗ്മെന്റ് ആണ്. അപ്പോൾ ഇത് ബഡ്ജറ്റ് കോൺഷ്യസ് അർബൻ ട്രാവലേഴ്സിന് വേണ്ടിയിട്ടാണ്. ഹോളിഡേ ഇൻ എക്സ്പ്രസ് ഒക്കെ ഇതിൽ പെടുന്നതാണ്. ഇനി നമുക്ക് ഫൈനാൻഷ്യൽസിലേക്ക് നമുക്ക് പോകാം. ഇപ്പോൾ 2025 ഫൈനാൻഷ്യലിൽ കമ്പനി 1130 കോടി റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇയർ ഓവർ ഇയർ 18.1% ഗ്രോത്തോടെ. ഇനി നമുക്ക് കുറച്ച് മെട്രിക്സ് നമുക്ക് മനസ്സിലാക്കാം. റവന്യൂ പെർ അവൈലബിൾ റൂം 17.7% കൂടി 5015 രൂപ എത്തി. ഇപ്പോൾ സ്ട്രോങ് ഡിമാൻഡ് അതുപോലെ ബെറ്റർ പ്രൈസിങ് കാരണമാണിത്. ഒക്യുപ്പൻസി നോക്കുവാണെങ്കിൽ 75% കൂടി, അതിൽ ആവറേജ് റൂം റേറ്റ് 19.2% കൂടി. ഇനിയിപ്പം വേറെ സൈഡിൽ നമ്മൾ നോക്കുവാണെങ്കിൽ എക്സ്പെൻസ് 4.8% മാത്രമേ കൂടിയിട്ടുള്ളൂ. എന്നാൽ എംപ്ലോയി ബെനിഫിറ്റ് കോസ്റ്റ് 14.8% കുറഞ്ഞ് 188 കോടിയിലേക്ക് എത്തി. അപ്പോൾ കോസ്റ്റ് കൺട്രോളിന്റെ ക്ലിയർ സിഗ്നൽ ആണിത്. അപ്പോൾ എഫിഷ്യൻസി കാരണം ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 52% കൂടി 406 കോടിയിലേക്ക് എത്തി. അതുപോലെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ 8% കൂടി 35.9% എത്തി. അപ്പോൾ ഇൻട്രസ്റ്റ് കോസ്റ്റ് 33.6% കുറഞ്ഞിട്ടുണ്ട്. 2024 ഫൈനാൻഷ്യലിൽ 235 കോടി നഷ്ടം 2025 ഫൈനാൻഷ്യലിൽ 86 കോടി പ്രോഫിറ്റ് ആയിട്ട് മാറി. ഇനി നമുക്ക് കമ്പനിയുടെ ഗ്രോത്ത് ഔട്ട്ലുക്ക് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു സെക്ടറിന്റെ സാധ്യതയെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഇപ്പോൾ 2022 അതുപോലെ 2032 ഇടയ്ക്ക് ട്രാവൽ ആൻഡ് ടൂറിസം സെക്ടർ ഗ്ലോബൽ എക്കോണമിയിലേക്കാളും 2 ഇരട്ടി വേഗത്തിൽ വളരുമെന്നാണ് എസ്റ്റിമേറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയുടെ ട്രാവൽ ആൻഡ് ടൂറിസം സെക്ടർ GDP 6.5% നിന്ന് 2034 7.6% വളരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ബാംഗ്ലൂർ അതുപോലെ ഹൈദരാബാദ് പോലത്തെ സിറ്റീസ് എല്ലാം ഗ്ലോബൽ ഓഫീസ് ഹബ്ബായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കോർപ്പറേറ്റ് ഹോട്ടലുകളുടെയൊക്കെ ഡിമാൻഡ് കൂട്ടിക്കൊണ്ട് ഹോട്ടൽ സെക്ടറിൽ ഫേവറബിൾ ഡിമാൻഡ് സപ്ലൈ ഗ്യാപ്പ് ഉണ്ട്. ഇപ്പോൾ ഡിമാൻഡ് 6.2% CAGR അതിൽ സപ്ലൈ 4.7% മാത്രമാണ് വളരുന്നത്. ഇപ്പോൾ 2030 ഫൈനാൻഷ്യൽ വരെ റിനോവേഷൻ, റീബ്രാൻഡിങ് അതുപോലെ എക്സ്പാൻഷൻ ആയിട്ട് 880 കോടിയുടെ ക്യാപെക്സ് ആണ് കമ്പനി കമ്മിറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ 2026 ക്യാപെക്സ് 175 മുതൽ 200 കോടിയാവും. ഇപ്പോൾ പുതിയ ഹോട്ടൽ ലോഞ്ച്, ഇപ്പോൾ ഹൈദരാബാദിലെ ഹൈടെക് സിറ്റി അതുപോലെ വൈറ്റ് ഫീൽഡിലെ ട്രിനിറ്റി ഒക്കെ റവന്യൂയിലേക്ക് 300 കോടി വരെ ആഡ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കമ്പനിയുടെ അസറ്റ് ലൈറ്റ് മോഡലാണ് ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ ലീസ് ഹോൾഡ് പ്രോപ്പർട്ടീസിലേക്കാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ സൈക്കിൾ 4 വർഷത്തിൽ നിന്ന് 2 വർഷത്തിലേക്ക് താഴെയായിട്ട് കുറച്ചിട്ടുണ്ട്. അപ്പം 20% റവന്യൂ ലീസ്ഡ് അസറ്റ്സ് നിന്നാണ് വരുന്നത് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നിലവിൽ ഇത് 13%. ഇനി നമുക്ക് ബാലൻസ് ഷീറ്റ് നമുക്ക് നോക്കാം. 2025 ഫൈനാൻഷ്യലിൽ കമ്പനി ടോട്ടൽ ബോറോയിങ്സ് 2123 കോടിയിൽ നിന്ന് 2246 കോടിയിലേക്ക് എത്തി. അതായത് 6% കൂടി. അപ്പോൾ ഇതിന്റെ ഒരു മെയിൻ കാര്യം ലോങ് ടേം ഡെറ്റ് 26% കൂടിയതായിരുന്നു. അതായത് 1963 കോടിയിലേക്ക്. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണ്? കമ്പനിയുടെ ഫൈനാൻസിങ് മോഡൽ റീസ്ട്രക്ചർ ചെയ്തിട്ട് കൂടുതൽ ലോങ് ടേം ഡെറ്റിലേക്കാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. ലീസ് ലയബിലിറ്റീസും 46 കോടിയിൽ നിന്ന് 118 കോടിയായിട്ട് കൂടിയിട്ടുണ്ട്. അതായത് 2.5 ഇരട്ടി കൂടി. അപ്പോൾ ഇത് ഹൈലൈറ്റ് ചെയ്യുന്ന പുതിയ ലീസ് അസറ്റ്സ് ആണ്. അപ്പോൾ കമ്പനിയുടെ ഒക്യുപ്പൻസി 75% എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇൻഡസ്ട്രി ആവറേജിനേക്കാളും മുകളിലാണ്. അതുപോലെ കോമ്പറ്റേറ്റേഴ്സിനേക്കാളും ബെറ്റർ ആണ്. കൂടാതെ ആവറേജ് റൂം റേറ്റ് നോക്കുകയാണെങ്കിൽ 7487 രൂപ എത്തിയിട്ടുണ്ട്. ടെക്നിക്കൽ അനാലിസിസ് നോക്കുകയാണെങ്കിൽ IPOയ്ക്ക് ശേഷം സംഹി ഹോട്ടൽസിന്റെ സ്റ്റോക്ക് 2 വർഷത്തിൽ പ്രൈസ് കൺസോൾട്ടേഷൻ കണ്ടിട്ടുണ്ട്. ഓൾ ടൈം ഹൈ ബ്രേക്ക് ഔട്ട് കഴിഞ്ഞ ആഴ്ച കണ്ടു. ഇപ്പോൾ ഡൗ തിയറി പ്രകാരം ഇപ്പോൾ ഒരു കൺസോൾട്ടേഷൻ പീരീഡ് കഴിഞ്ഞതിന് ശേഷം ഓൾ ടൈം ഹൈ ബ്രേക്ക് ഔട്ട് വരുമ്പോൾ സ്റ്റോക്കിന്റെ അപ് ട്രെൻഡ് തുടരുന്നതിന്റെ പ്രോബബിലിറ്റി കൂടുതലാക്കും. അപ്പം ഇവിടെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സ്റ്റോക്ക് ഇപ്പം 210 ലെവലിൽ താഴെ പോയിട്ടുണ്ടെങ്കിൽ അപ് ട്രെൻഡ് ഇൻവാലിഡേറ്റ് ആവും. ഇനി നമുക്ക് കമ്പനിയുടെ റിസ്ക് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ക്യാഷ് ഫ്ലോയിലേക്ക് നമ്മൾ വരുമ്പോൾ 2025 ഫൈനാൻഷ്യലിൽ നെറ്റ് ക്യാഷ് ഫ്ലോ നെഗറ്റീവ് ആയിരുന്നു 69 കോടി. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, CFO ടു നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ നമ്മൾ നോക്കുകയാണെങ്കിൽ -1.17x നിന്ന് 4.15x കൂടി.
എന്നാൽ ഇവിടെ ഇങ്ങനെ കൂടിയതിന് കുറച്ച് അൺനാച്ചുറൽ ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പം ഇത് ആക്ച്വൽ ഓപ്പറേഷൻ കാരണമല്ല, പക്ഷേ ഡിപ്രീസിയേഷൻ അതിൽ ഫൈനാൻസ് കോസ്റ്റിന്റെ അഡ്ജസ്റ്റ്മെന്റ് കാരണമാണ്. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണ്? ഒരു വൺ ഓഫ് ഇംപ്രൂവ്മെന്റ് പോലെയാണ് ഇത് തോന്നുന്നത്. അപ്പോൾ ഇത് സ്ട്രോങ് ക്യാഷ് ഫ്ലോ അല്ല. ഇനിയിപ്പം വേറൊരു സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓവറോൾ ഡെറ്റും കൂടുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം കമ്പനി ഡെറ്റ് ടു മാർക്കറ്റ് ക്യാപ് റേഷ്യോ 41%. അപ്പോൾ ഇത് ഇൻഡസ്ട്രി മീഡിയനായ 0.07 കൂടുതലാണ്. അതുപോലെ അവർ കോമ്പറ്റേറ്റേഴ്സിനേക്കാളും കൂടുതലാണ്. അപ്പോൾ ഇത് ക്ലിയർലി ഒരു വാച്ച് ഔട്ട് സോൺ ആണ്. കാരണം ഡെറ്റ് കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ റീപേയ്മെന്റ് പ്രഷർ ആണ് അത് കാണിക്കുന്നത്. അതുപോലെ ഇൻട്രസ്റ്റ് ബേർഡനും ഉണ്ട് ഇവിടെ. ഇനി ഇന്നത്തെ നമ്മുടെ സെക്കൻഡ് കമ്പനി L&T ഫൈനാൻസ് ആണ്. അപ്പോൾ L&T ഫൈനാൻസ് എന്ന് പറഞ്ഞാൽ റൂറൽ അതുപോലെ അർബൻ ഏരിയയിൽ റീറ്റെയിൽ ബേസ്ഡ് ലെൻഡിംഗ് സൊല്യൂഷൻസ് ഓഫർ ചെയ്യുന്ന NBFC ആണ്. അപ്പോൾ ബാങ്കുകളെ പോലെയല്ല NBFCസിന് ഡിമാൻഡ് ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അത് അവരുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂട്ടും. അപ്പോൾ ആദ്യം നമുക്ക് ഇവരുടെ വെർട്ടിക്കൽസ് നോക്കാം. 2025 ഫൈനാൻഷ്യൽ പ്രകാരം അർബൻ ഫൈനാൻസ് പോർട്ട്ഫോളിയോയുടെ 56% അക്കൗണ്ട് ചെയ്യുന്നുണ്ട് അർബൻ ബിസിനസ്സിൽ നിന്ന്. അപ്പോൾ ഇതിൽ 2 വീലർ ഫൈനാൻസും വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ 9,285 കോടി ഡിസ്പേഴ്സ് ചെയ്യപ്പെട്ടതാണ്. ആവറേജ് ടിക്കറ്റ് സൈസ് 1 lakh ആയിട്ട് 137 ലൊക്കേഷനിലായിട്ട്. ഹോം ലോണും LIPയും 9,588 കോടി ഡിസ്പോസ് ചെയ്തു. അപ്പോൾ ബിൽഡർ ചാനലിൽ നിന്ന് ഡബിൾ ഗ്രോത്തും അതുപോലെ തന്നെ ഫോൺ പേയിലായിട്ട് എന്താണ് ഡിജിറ്റൽ സോഴ്സിംഗ് ടൈപ്പോടെയാണിത്. ബാക്കി പേഴ്സണൽ ലോൺ അതിലെ SMEയിൽ നിന്നാണ് വരുന്നത്. അടുത്ത് റൂറൽ ഫൈനാൻസ് ആണ്. അപ്പോൾ ഇത് AUMന്റെ 44% അക്കൗണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ വരുന്നതാണ് ഫാം എക്യുപ്മെന്റ് ഫൈനാൻസ്. അപ്പോൾ ഇതിൽ 7,427 കോടി മൂല്യമുള്ള 96,000 ട്രാക്ടേഴ്സ് ഫൈനാൻസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കൂടാതെ റൂറൽ ബിസിനസ് ഫൈനാൻസ് 20,472 കോടി ഡിസ്പോസ് ചെയ്തു മൈക്രോ ഫൈനാൻസ് മൈക്രോ LIP വഴിയും. ഇപ്പോൾ 2025 ഫൈനാൻഷ്യൽ റീറ്റെയിൽ പോർട്ട്ഫോളിയോ 95,810 കോടി എത്തി. അതേസമയത്ത് ഹോൾസെയിൽ പോർട്ട്ഫോളിയോ 2,588 കോടി എത്തി. ഇപ്പം 97% പോർട്ട്ഫോളിയോ റീറ്റെയിൽ ആണ്. ഇപ്പോൾ ഡിജിറ്റൽ സർവീസും 92% കൂടി. 2021 ഫൈനാൻഷ്യൽ 14% അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് L&T ഫൈനാൻസ് അവരുടെ മോഡൽ ഫുൾ ഡിജിറ്റൽ ആയിട്ട് മാറ്റിയിട്ടുണ്ടെന്നുള്ളതാണ്. ഇനി നമുക്ക് ഫൈനാൻഷ്യൽ പെർഫോമൻസിലേക്ക് വരുമ്പോൾ Q1 ഫൈനാൻഷ്യൽ 2026 കമ്പനി ടോട്ടൽ ഇൻകം 2,548 കോടിയായിരുന്നു. 6% ഇയർ ഓവർ ഇയർ ഗ്രോത്തോടെ. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ഫീ ഇൻകം നന്നായിരുന്നെങ്കിലും ടോപ്പ് ലൈൻ മൊമെന്റ് ലോ ആയിരുന്നു എന്നാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഇൻകം 9% കൂടി 3,690 കോടി എത്തി. എന്നാൽ ഇൻട്രസ്റ്റ് എക്സ്പെൻസ് 21% കൂടി. അപ്പം ഇത് നെറ്റ് ഇൻട്രസ്റ്റ് മാർജിനെ ബാധിച്ചിട്ടുണ്ട്. ഇപ്പൊ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ അതുപോലെ പാറ്റ് ജസ്റ്റ് 2% മാത്രമാണ് ഇംപ്രൂവ് ആയിട്ടുള്ളത്. ഇപ്പൊ 2,054 കോടിയിലേക്ക് എത്തി. അപ്പൊ മാർജിൻ എക്സ്പാൻഷൻ വളരെ ലിമിറ്റഡ് ആയിരുന്നു ഇവിടെ ഉള്ളത്. ഇനി നമുക്ക് ഗ്രോത്ത് ഔട്ട്ലുക്ക് നമുക്ക് നോക്കാം. ഇപ്പോൾ L&T ഫൈനാൻസ് 2026 ഫൈനാൻഷ്യൽ ആകുമ്പോഴേക്കും 20 മുതൽ 25% ലോൺ ബുക്ക് ഗ്രോത്ത് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഗ്രോത്ത് റീറ്റെയിൽ ലെൻഡിങ്ങിൽ നിന്നാണ് വരുന്നത്. 2025 ഫൈനാൻഷ്യലിൽ ടോട്ടൽ പോർട്ട്ഫോളിയോയുടെ 97% ഇതെത്തി. ഇപ്പോൾ റീറ്റെയിൽ എക്സ്പാൻഷന്റെ മെയിൻ ഫോക്കസ് ഏരിയ വരുന്നത് ഹോം ലോൺ, പേഴ്സണൽ ലോൺ, SME ലെൻഡിങ് അതുപോലെ മൈക്രോ LIP ആണ്. കൂടാതെ കമ്പനി ഹൈ മാർജിൻ ഗോൾഡ് ലോൺ സെഗ്മെന്റിലേക്കും കയറുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് അവർ 1,300 കോടിയിലധികം വിലയുള്ള പോൾ മെർച്ചന്റ് ഫൈനാൻസിന് ഗോൾഡ് ലോൺ ബുക്കും അതിന്റെ കൂടെ തന്നെ 130 ബ്രാഞ്ചും കൂടി അവർ അക്യൂർ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഡിജിറ്റൽ ടെക് ഇന്റഗ്രേഷനിലും വലിയ ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തുന്നുണ്ട്. കമ്പനിയുടെ AI ML അടിസ്ഥാനമായ ക്രെഡിറ്റ് അണ്ടർറൈറ്റിംഗ് പ്ലാറ്റ്ഫോം ഇപ്പോൾ കംപ്ലീറ്റ്ലി 2 വീലർ ലോണിൽ ആക്റ്റീവായി. അപ്പോൾ ഇതിപ്പം ഫാം എക്യുപ്മെന്റ്, പേഴ്സണൽ ലോൺസ് അതിൽ SME ലെൻഡിങ്ങിലും റോൾ ഔട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സൈക്ലോപ്സിന് ശേഷം കമ്പനി പ്രോജക്ട് നോസ്ട്രിഡാംസ് എന്ന പ്രോജക്റ്റിലും വർക്ക് തുടങ്ങി. അപ്പോൾ ഇതൊരു ഓട്ടോമേറ്റഡ് റിയൽ ടൈം ക്രോസ് സെൽ ഓഫ് പോർട്ട്ഫോളിയോ റിസ്ക് എഞ്ചിനാണ്. അപ്പോൾ ബീറ്റ ലോഞ്ച് Q2 ഫൈനാൻഷ്യൽ 2026 എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പം കമ്പനി 2.4% to 2.5% ROA അതിൽ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിൻ പ്ലസ് 10 to 10.5% ഇൻകം നേടാനാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ 2 വർഷത്തിൽ റിട്ടേൺ ഓൺ അസറ്റ് 1.53% നിന്ന് 2.44% ഇംപ്രൂവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണ്? എല്ലാ 100 രൂപയിലും കമ്പനി 2.44 രൂപ ഏൺ ചെയ്യുന്നുണ്ടെന്നാണ്. ഇനി നമുക്ക് കുറച്ച് മെട്രിക് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ ഈൽഡ് ഓൺ അഡ്വാൻസസ് 15.2% കൂടി. ഇപ്പോൾ ഫൈനാൻഷ്യൽ 2023 13.6% ആയിരുന്നു. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണ്? കമ്പനി ലോണിന്റെ മുകളിൽ കൂടുതൽ ഏൺ ചെയ്യുന്നുണ്ടെന്നാണ് ഇതിന്റെ അർത്ഥം. കമ്പനി 2 വർഷത്തിൽ തന്റെ നോൺ സ്റ്റാൻഡേർഡ് 3% 1.98% നിന്ന് 0.97% കുറച്ചു. ഇപ്പോൾ ഇത് 2026 ടാർഗറ്റ് ചെയ്തുള്ള 1% താഴെയാണ്. 2024 ഫൈനാൻഷ്യലിൽ നിന്ന് 2025 ഫൈനാൻഷ്യൽ വരെ കോസ്റ്റ് ഓഫ് ഫണ്ട് സ്ഥിരമായി 7.8% ഒക്കെ ആയിരുന്നു. ഇപ്പോൾ Q1 ഫൈനാൻഷ്യൽ 2026 അത് കുറഞ്ഞ് 7.68%. അപ്പോൾ ഇത് ഫണ്ടിങ് എഫിഷ്യൻസി വളർത്തി. എന്നാൽ കമ്പനിയുടെ ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ 2025 ഫൈനാൻഷ്യലിൽ 22.3%. അപ്പോൾ ഫൈനാൻഷ്യൽ 2023 25%ലേക്കാളും കുറവാണ്. അപ്പോൾ കമ്പനിയുടെ റിട്ടേൺ ഓൺ ഇക്വിറ്റി 7.8% നിന്ന് 10.87% കൂടി. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് സ്ട്രോങ്ങർ ഷെയർ ഹോൾഡർ റിട്ടേൺ അതുപോലെ തന്നെ ക്യാപിറ്റൽ പ്രൊഡക്ടിവിറ്റി ആണ്. ഇനി നമുക്ക് ടെക്നിക്കൽ അനാലിസിസ് നോക്കാം. 7 വർഷത്തെ കൺസോൾട്ടേഷന് ശേഷം L&T ഫൈനാൻസ് പുതിയ ഓൾ ടൈം ഹൈ ബ്രേക്ക്ഔട്ട് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഡൗ തിയറിയുടെ ബേസിസ് പ്രകാരം ഒരു സ്റ്റോക്ക് വലിയൊരു ബേസിൽ നിന്ന് ബ്രേക്ക്ഔട്ട് ചെയ്യുമ്പോൾ മൊമെന്റം കിട്ടാനുള്ള പ്രോബബിലിറ്റി വളരെ കുറവാണ്. പക്ഷേ ഇവിടെ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട കാര്യം 180 എന്ന ലെവലിൽ താഴെ പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു അപ് ട്രെൻഡ് ഇൻവാലിഡേറ്റ് ആവും. ഇനി നമുക്ക് കമ്പനിയുടെ റിസ്ക് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം.
അപ്പോൾ ആദ്യത്തെ ചലഞ്ച് റെഗുലേറ്ററി അൺസർട്ടനിറ്റി ആണ്. ഇപ്പം തമിഴ്നാട് അതുപോലെ കർണാടക പോലത്തെ സ്റ്റേറ്റ്സിൽ മൈക്രോ ഫൈനാൻസിൽ പുതിയ നിയമങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ കളക്ഷൻ അതുപോലെ റിക്കവറിയിൽ ഇത് ഷോർട്ട് ടേം ഇമ്പാക്ട് ഉണ്ടാവും. ഇനി സെക്കൻഡ് മേജർ റിസ്ക് അസറ്റ് ക്വാളിറ്റി ആണ്. 2025 ഫൈനാൻഷ്യലിൽ കമ്പനിയുടെ ഇമ്പയർമെന്റ് കോസ്റ്റ് 1300 കോടിയിൽ നിന്ന് 2193 കോടിയിലേക്ക് കൂടി. അപ്പോൾ ഇത് മെയിൻലി മൈക്രോ ഫൈനാൻസ് സെഗ്മെന്റിലെ സ്ട്രെസ് കാരണമാണ്. അപ്പോൾ ഇത് ഓവറോൾ ഇൻട്രസ്റ്റ് ഇൻകത്തിന്റെ 15% സോ ഈ ഒരു ഗ്രോത്തിന്റെ ഒപ്പം റിസ്ക്കും കൂടി നമ്മൾ മോണിറ്റർ ചെയ്യേണ്ടതായിട്ട് ഇവിടെയുണ്ട്. ഇനി ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് കമ്പനി ഇന്റലക്ട് ഡിസൈൻ അരേന ലിമിറ്റഡ് ആണ്. 2011 ഈ കമ്പനി തുടങ്ങുന്നത്. അപ്പോൾ ഇതൊരു ഗ്ലോബൽ ഫിൻടെക് കമ്പനിയാണ്. ഇപ്പോൾ ബാങ്ക്, ഇൻഷുറൻസ് പോലെ ഫൈനാൻഷ്യൽ സർവീസിനായിട്ട് അഡ്വാൻസ് ടെക് സൊല്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബിസിനസ് വെർട്ടിക്കൽസ് നോക്കാം. അപ്പോൾ ആദ്യത്തെ കൺസ്യൂമർ ബാങ്കിങ്, ഹോൾസെയിൽ ബാങ്കിങ് ആണ്. ഇപ്പോൾ കോർ ബാങ്കിങ്, ലെൻഡിങ്, കാർഡ് മാനേജ്മെന്റ് പോലുള്ള സർവീസസ് എല്ലാം AI ഡ്രിവൺ പ്ലാറ്റ്ഫോമായ eMACH.ai എന്ന പ്ലാറ്റ്ഫോമിലാണ് നടക്കുന്നത്. അടുത്ത് ഇന്റലക്ട് AI ഡിവിഷൻ ആണ്. അപ്പോൾ ഇവിടെ പേർപ്പിൾ ഫാബ്രിക് AI പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ഇൻഷുറൻസ്, ബാങ്കിങ്, വെൽത്ത് മാനേജ്മെന്റ് ക്ലയൻസിന് വേണ്ടി സ്മാർട്ട് ഡിസിഷനും കംപ്ലൈൻസും സിമ്പിൾ ആക്കും. ഇനി അടുത്ത ഡിജിറ്റൽ കോമേഴ്സ് ടെക് ആണ്. അപ്പോൾ ഇത് സപ്ലൈ ചെയ്യുന്ന അതുപോലെ കൊമേഴ്സിനായിട്ട് ഫൈനാൻഷ്യൽ സൊല്യൂഷൻസ് അതിൽ ഡിജിറ്റൽ പേയ്മെന്റ് നൽകുന്നുണ്ട്. ഇപ്പോൾ റവന്യൂ മിക്സ് നോക്കുവാണെങ്കിൽ ഏകദേശം 50% ലൈസൻസ് ആണ്. ഇപ്പോൾ പ്ലാറ്റ്ഫോം അതുപോലെ AMC സർവീസിൽ നിന്നാണ് വരുന്നത്. അപ്പം അതുപോലെ തന്നെ 80% റവന്യൂ ഇന്ത്യയുടെ പുറത്തു നിന്നാണ് വരുന്നത്. ഇനി നമുക്ക് ഫൈനാൻഷ്യൽ പെർഫോമൻസ് നോക്കാം. അപ്പോൾ കഴിഞ്ഞ 3 വർഷത്തിൽ കമ്പനിയുടെ സെയിൽസ് CAGR 10% മാത്രമായിരുന്നു. അതുപോലെ തന്നെ പ്രോഫിറ്റ് ആക്ച്വലി 1% ഡിക്ലൈൻ ആയിട്ടുണ്ട്. പക്ഷേ ക്വാർട്ടർ ഫോർ ഫൈനാൻഷ്യൽ 2025 പ്രകാരം റവന്യൂ ഇയർ ഓവർ ഇയർ 18.3% കൂടി 7259 കോടി എത്തി. കാരണം എന്താണ്? കാരണം ലൈസൻസ് ലിങ്ക് റവന്യൂ 32% കൂടി. അപ്പോൾ ലൈസൻസ് ലിങ്ക് റവന്യൂവിന്റെ ഷെയർ പേർപ്പിൾ ഫാബ്രിക് അതുപോലെ തന്നെ eMACH.ai കാരണം കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ബെറ്റർ മാർജിന് കാരണമായിട്ടുണ്ട്. കൂടാതെ പേർപ്പിൾ ഫാബ്രിക്കിന്റെ കീഴിൽ UK ഒരു 200 കോടിയുടെ AI ലെഡ് ഡീൽ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കോൺട്രിബ്യൂഷൻ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ 142% കോൺട്രിബ്യൂഷൻ വളർന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റീജിയൻ ഏകദേശം 37% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ വേറൊരു സൈഡിൽ നോക്കുകയാണെങ്കിൽ എക്സ്പെൻസ് കമ്പാരിറ്റീവ്ലി സ്ലോ പേസിലാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്, 9.9%. ഇത് പ്രോഫിറ്റബിലിറ്റി ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇവിടെ അതർ എക്സ്പെൻസ് 7.5% കുറഞ്ഞ് 111 കോടി എത്തി. കോസ്റ്റ് കൺട്രോളിന്റെ ഒരു വിസിബിൾ സൈൻ ആണിത്. അപ്പോൾ ഈ ഒരു കോസ്റ്റ് എഫിഷ്യൻസി കാരണം ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 48.5% കൂടി 202 കോടി എത്തി. അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് മാർജിൻ 567 ബേസിസ് പോയിന്റ് എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് 27.8% എത്തി. ഒരു സ്ട്രോങ് മാർജിൻ ബ്രേക്ക്ഔട്ട്. ഇനി അതർ ഇൻകം 35% വളർന്ന് 23 കോടി എത്തി. അതേസമയത്ത് ഇൻട്രസ്റ്റ് കോസ്റ്റ് 1 കോടി തന്നെ നിലനിൽക്കുകയാണ്. അപ്പോൾ ഇതിന്റെ റിസൾട്ട് എന്തായിരുന്നു? പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 86.3% കൂടി 136 കോടി എത്തി. ഇനി നമുക്ക് ഗ്രോത്ത് ഔട്ട്ലുക്ക് നോക്കാം. അപ്പോൾ കമ്പനി ട്വിൻ എഞ്ചിൻസ് ആയ പേർപ്പിൾ ഫാബ്രിക് 3.0യും അതുപോലെ eMACH.aiയും ഗ്രോത്തിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 2026 ഫൈനാൻഷ്യൽ റവന്യൂ ഗ്രോത്ത് ഗൈഡൻസ് 15%. എന്നാൽ ഈ വർഷം ഇത് ഫ്ലാറ്റ് ആണ്. അപ്പം അതുപോലെ തന്നെ EBITDA മാർജിൻ 24 മുതൽ 25% ടാർഗറ്റ് ചെയ്യുന്നത്. എന്നാൽ ലൈസൻസ് ലിങ്ക് റവന്യൂ കൂടുമ്പോൾ ലോങ് ടേമിൽ 30% വരെ എത്താനുള്ള ആസ്പിറേഷൻ ഉണ്ട്. ഇപ്പോഴത്തെ പുതിയ ടാർഗറ്റ് 800 കോടിയുടെ ക്വാർട്ടർലി റവന്യൂ എത്താനാണ്. 2025 ഫൈനാൻഷ്യലിലെ 700 മുതൽ 750 കോടിയുടെ മുകളിൽ. അപ്പോൾ ലൈസൻസ് ലിങ്ക് റവന്യൂ ഇപ്പോൾ 50% അക്കൗണ്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത 2 മുതൽ 3 വർഷത്തിൽ 60% ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മാർജിനിൽ 10% പോയിന്റ്സിൽ കൂടാൻ വേണ്ടിയിട്ട് കാരണമാവും. പാനൽ റിക്കറിംഗ് റവന്യൂ സ്ട്രോങ് ആണ്. ഇപ്പോൾ ക്വാർട്ടർ 4ൽ 870 കോടി. അപ്പോൾ ഇത് കാണിക്കുന്നത് 25% കൂടുതലാണ്. ഇത് റെക്കറിംഗ് അതുപോലെ ട്രാൻസാക്ഷൻ ബേസ്ഡ് ഡീൽ സ്ട്രക്ചർ കാരണമാണ്. കൂടാതെ 160 കോടി രൂപ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റിനായിട്ട് ക്യാപിറ്റലൈസ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ബാലൻസ് ഷീറ്റിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ കമ്പനി കംപ്ലീറ്റ്ലി ഡെറ്റ് ഫ്രീ ആണ്. അതുപോലെ സീറോ ഇൻവെന്ററി മോഡലാണ് ഫോളോ ചെയ്യുന്നത്. ഇനിയിപ്പം ക്യാഷ് ഫ്ലോയുടെ സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 2025 ഫൈനാൻഷ്യലിൽ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേഷൻസ് 410 കോടിയിൽ നിന്ന് 431 കോടിയിലേക്ക് കൂടി. അപ്പോൾ ഇത് കാണിക്കുന്നത് 5% ഗ്രോത്ത് ആണ്. മെയിൻലി ഹയർ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാരണം. ഇപ്പോൾ നെറ്റ് ക്യാഷ് ഫ്ലോ 106 കോടിയിൽ നിന്ന് 124 കോടിയായിട്ട് കൂടി, 17% ഗ്രോത്ത്. ഇനി നമുക്ക് ടെക്നിക്കൽ അനാലിസിസ് നോക്കാം. ഇന്റലക്ട് ഡിസൈൻ അരേനയുടെ സ്റ്റോക്ക് പാരലൽ ഡൗൺ ട്രെൻഡ് ചാനലാണ് ട്രേഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വീക്ക്ലി ചാർട്ടിൽ 1150 സ്റ്റോക്ക് കണ്ടപ്പോഴാണ് ബ്രേക്ക് ഔട്ട് സംഭവിച്ചത്. അപ്പോൾ മൊത്തം IT സെക്ടറിനെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ പല IT സ്റ്റോക്സും മൊമെന്റും കുറവാണ്. എന്നാൽ ഈ ഒരു സ്റ്റോക്ക് ഓൾ ടൈം ഹൈ ബ്രേക്ക് ഔട്ട് നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തൊക്കെയാണ് റിസ്ക് എന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. ആദ്യത്തെ കൺസേൺ കമ്പനിയുടെ മോഡസ്റ്റ് സ്കെയിലാണ്. അപ്പോൾ നമ്മൾ ഇതുവരെയുള്ള ഗ്ലോബൽ ജയൻസ് ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇത് ചെറുതാണ്. ഈവൻ ക്വാർട്ടർ 4ൽ 18 മുതൽ 20% റവന്യൂ ഗ്രോത്ത് നൽകിയിട്ട് പോലും. ഇനിയിപ്പോൾ വേറൊരു സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വലിയ ഗ്ലോബൽ പ്ലേയേഴ്സിന്റെ അടുത്ത് നിന്ന് കോമ്പറ്റീഷൻ ഉണ്ട്. എന്നാലും വേഗം പ്രവർത്തിക്കുന്ന AI സ്റ്റാർട്ടപ്പുകളുമായിട്ട് മാർക്കറ്റ് ഷെയർ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പം രണ്ടാമത്തെ റിസ്ക് വാല്യൂഷൻ ആണ്. അപ്പോൾ കമ്പനി നിലവിൽ 50x PE ട്രേഡ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ ഇൻഡസ്ട്രി ആവറേജ് 30x ആണ്. അപ്പോൾ
അപ്പോൾ ഇതിന്റെ അർത്ഥം നമ്മളിപ്പം ഗ്രോത്ത് എക്സ്പെക്ടേഷൻ മിസ്സായാൽ സ്റ്റോക്ക് പ്രൈസിൽ ഷാർപ്പ് കറക്ഷൻ നേരിടാം. സോ ഇതാണ് പല സെക്ടേഴ്സിലായിട്ട് വരുന്ന 3 കമ്പനികൾ. സോ നമ്മൾ ഡിസ്കസ് ചെയ്ത ഏത് കമ്പനിയാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി പ്രോമിസിംഗ് ആയിട്ട് തോന്നുന്നത് ആ താഴെ നിങ്ങൾ കമന്റ്സിൽ നമ്മളോട് ഷെയർ ചെയ്യുക. പിന്നെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുള്ളി എഡ്യൂക്കേഷണൽ പർപ്പസിനായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ബയോ സെൽ റെക്കമെൻഡേഷൻ അല്ല, നമ്മളിവിടെ എടുത്തു പറയാണ്. സോ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഗ്രോ മലയാളം ചാനലിലൂടെ കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.